തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് പകർന്നു തരാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും കണ്ടുമുട്ടാൻ ദൈവം ഇടവരുത്തിയത് ഒരു കൃപ പകർന്നു തരുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു കൂട്ടായ്മ കൃപയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ ചേരാൻ തടസ്സമായി എന്തെങ്കിലും കാര്യങ്ങൾ മുഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഭവനത്തിലെ മറ്റ് ജോലികളെല്ലാം നിർത്തി ഈ ഒരു സമയം, ഈ ഒരു നിമിഷം, ഈ ഒരു കുറച്ച് നേരം ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുകാൻ വേണ്ടി മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലേക്ക് വരിക. ഇതാ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി അവർ അന്ധകാരം പീഡിപ്പിക്കുകയായിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള അവ്യക്തത, ഒരു അൺസർട്ടനിറ്റി, ഒരു വലിയ ദുഃഖം അവരെ ഗ്രസിച്ചിരിക്കുകയായിരുന്നു. അവരെങ്ങനെയാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത്? ആ വ്യക്തിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് നേരിട്ട് ശ്രവിക്കാം. എൻ്റെ പേര് വർഗീസ്. വർഗീസ്, ഞാൻ നിലമ്പൂരിൽ നിന്ന് വരിക. നിലമ്പൂരിൽ നിന്ന് വർഗീസ്. എൻ്റെ ഇടതുകാലിൻ്റെ മുട്ടിന് 10-20 വർഷമായിട്ട് മുട്ട് മടക്കാൻ വയ്യാത്ത വേദന ഉണ്ടായിരുന്നു. 20 വർഷമായിട്ട് കുറേ ഗുളികയും കുഴമ്പൊക്കെ കഴിച്ചു, അതുകൊണ്ടൊന്നും സുഖമായില്ല. 2009 ഏപ്രിൽ മാസം 4-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഞാനിവിടെ 2009 ഏപ്രിൽ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ഈ വർഗീസ് ചേട്ടൻ ഈ വർഷങ്ങളായുള്ള ഈ പ്രശ്നമായിട്ട് ഇത് അട്ടപ്പാടിയിലെ ധ്യാന കേന്ദ്രത്തിലേക്ക്, സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു, പിന്നെ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രോഗമുള്ള മേഖലകളിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവീൻ എന്ന് അച്ഛൻ അനൗൺസ് ചെയ്ത്. അപ്പോൾ ഞാൻ ഇടത്തെ കൈ കൊണ്ട് മുട്ട് അമർത്തി പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറി. കാലിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അത് വിട്ടുപോയി. ഇപ്പോൾ മുട്ടുകുത്തി നിൽക്കാനും മടക്കിയിരിക്കാനും നിവൃത്തി നടക്കാനും സാധിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് എത്ര വർഷമായിട്ടുണ്ടായിരുന്ന രോഗമാണ്? 20 വർഷത്തോളം ഗുളികയും അങ്ങനെ 10-20 വർഷത്തോളമായി ഗുളിക അല്ലേ? ഗുളിക കുഴമ്പ് മരുന്ന്. അവസാനം ഒരു ദിവസം പിന്നെ ബ്രദർ ഡൊമിനിക്ക് പറഞ്ഞു താവളത്തിൽ പോകാൻ. അമ്മ ഇരിക്കുമ്പോഴാണ് ഡൊമിനിക്ക് എന്ന് പറയുന്ന ദൈവ പൈതലിനെ കണ്ടു. അങ്ങനെ ആദ്യം എന്നെ കൊണ്ടുവരുന്നത് ബ്രദർ. അപ്പൊ അങ്ങനെ ഇത് ഈ മരുന്ന്, പിന്നെ കുഴമ്പ്, പിന്നെ തൈലം, ഓയില് എല്ലാം പൂശി അങ്ങനെ ഇരിക്കുന്നത്. ഈ 10-20 വർഷം എത്ര കുഴമ്പ് പൂശിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡൊമിനിക്ക് പറഞ്ഞ് കുഴമ്പും തൈലം കൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാണെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ വിളിക്കണം. വർഗീസിയുടെ പറഞ്ഞ് വിളിക്കാം. അങ്ങനെ പുറപ്പെട്ട് അട്ടപ്പാടി വന്ന് എല്ലാവരും, അന്ന് കുറേ 10,000 ആളുണ്ടായിരുന്നില്ലേ, നിറയെ ആളുകളുടെ കൂടെ യേശുവേ എന്ന് വിളിച്ച്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, രോഗമുള്ള മേഖലകളിലേക്ക് നിങ്ങളുടെ കൈകളും തൊട്ട് പ്രാർത്ഥിക്കുക. അനുസരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ തന്നെ സൗഖ്യം. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇപ്പം 2010 എന്നാ പോയത്? 2009 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിയാൻ പോവുകയാണ്. പിന്നെ അത് വന്നിട്ടില്ലല്ലോ. അത് വിട്ട വഴി ഞങ്ങൾ പോയ വഴിക്ക് ഒരു അഡ്രസ് ഇല്ല. പറഞ്ഞു അതും പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറായിരുന്നു. 2-3 പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നു. അന്ന് ക്യാൻസർ ശരിക്കും അറിഞ്ഞിട്ടില്ല. പിന്നെ പരിശോധിച്ചപ്പോൾ 3-4 സ്റ്റേജ് കഴിഞ്ഞു.
അങ്ങനെ 4th സ്റ്റേജും കഴിഞ്ഞു. പിന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അവിടെ ഞാൻ ഇവിടെ വരും, എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. വർഗീസിയായിട്ട് പിന്നെ ശരിക്കും നല്ല പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. പിന്നെ ഒരു ദിവസം അച്ഛനോട് വിളിച്ചു പറയുമ്പോൾ ഞാൻ പുറത്തിരുന്നിട്ട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാ വീടുകളിലേക്കും പരിശുദ്ധാത്മാവ് വരുന്നുണ്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് മൊബൈൽ ഓൺ ചെയ്ത് പുറത്ത് കവുങ്ങിപ്പോയിരുന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചു. അപ്പോൾ ആ സീറ്റ് കിട്ടിയത് അങ്ങ് പുറത്ത് കവുങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ് വീട്ടിലോട്ട് 2 മണി വിളിച്ച് പറഞ്ഞു എഴുന്നേറ്റ് ഇങ്ങോട്ട് പിന്നെ തലയിൽ മുണ്ടിട്ടിട്ട് അട്ടപ്പാട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്താണെന്നറിയോ, ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടത്തി തമാശ കളിച്ച് പ്രാർത്ഥിക്കരുത്, ആ മുണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തലയിലേക്ക് ഇടാൻ പറഞ്ഞു അല്ലേ. ആ തലയിലേക്ക് അങ്ങനെ അതൊരു പ്രത്യേക രീതിയാണ്. അതായത് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുന്നതിൻ്റെ ഒരടയാളമാണ്. അങ്ങനെ ആ മുണ്ട് തോർത്തോ എന്തോ സാധനം എടുത്ത് തലയിലേക്ക് ഇട്ട് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ചേട്ടന് ഇതിൻ്റെ വചനഹോളിൻ്റെ ഉള്ളിലൊന്നും സ്ഥലം കിട്ടിയില്ല. റോഡിൻ്റെ സൈഡിൽ കമുകിൻ്റെ ചോട്ടിൽ എവിടെയാണ് സീറ്റ് കിട്ടിയത്, അവിടെ ഇരുന്ന് മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് ഇത് ചേട്ടത്തിനെ കേൾപ്പിച്ചു കൊടുത്തു. അതേപോലെ ചെയ്തു. അപ്പോൾ ചേട്ടത്തി വീട്ടിൽ ഇരുന്ന് അതേമാതിരി പ്രാർത്ഥിച്ച്. കാരണം ക്യാൻസർ 4th സ്റ്റേജിലാണ്. എന്നിട്ട് അവസാനം ഇപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജ് ചികിത്സ അന്നും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ചോരുന്നു. ഇപ്പോൾ 4 മാസമായിട്ട് ഒരു മരുന്നും വേണ്ട, അവർ മരുന്നൊന്നും വേണ്ട. 3 മാസം കഴിയുമ്പോൾ മെഡിക്കൽ കോളേജ് ചെക്കപ്പിന് പോയാൽ മതി. മരുന്നും വേണ്ട, വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. ഒരു കുഴപ്പമില്ല. ഫ്രീസൽ മരുന്ന് നിർത്തി, ട്രീറ്റ്മെൻറ്റ് നിർത്തി, എല്ലാം നിർത്തി. എന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ അങ്ങോട്ട് വിട്ടു. അതേമാതിരി സൗഖ്യം അങ്ങോട്ട് കൊടുത്തു. 4th സ്റ്റേജും കഴിഞ്ഞ് ബാക്കി അടുത്ത നടപടിക്രമങ്ങളൊക്കെ എടുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ദൈവം അങ്ങോട്ട് ഇടപെട്ട് ഈ വർഗീസിയൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന. അതാണ് വചനം. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടമാക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ ദൈവം നമ്മുടെ ഭവനങ്ങളെ സന്ദർശിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് കാലങ്ങളായി ക്ലേശം, വളരെ തരത്തിലുള്ള പ്രതികൂലങ്ങൾ, കടബാധ്യത, രോഗം, കുടുംബ പ്രശ്നങ്ങൾ, നാം ഒരുപക്ഷെ പ്രശ്നങ്ങളുടെ നടുവിൽ അമർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, ഇത് അത്ഭുതത്തിൻ്റെ ഒരു മണിക്കൂറായി ദൈവം രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു അനുഭവം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇതിനോട് വിശ്വാസപൂർവ്വം സഹകരിക്കുക, കുടുംബത്തോട് ചേരുക. ഒറ്റപ്പെട്ട ആരെങ്കിലും നിൽക്കണമെങ്കിൽ ഒരു കൂട്ടായ്മയോടെ നിൽക്കുക. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. എല്ലാവരും ഇപ്പോൾ ദൈവത്തെ ആരാധിക്കട്ടെ. പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടണം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ എങ്ങനെ നിങ്ങൾ ആത്മീയമായി ഐക്യപ്പെടുന്നോ അതേപോലെ ഈ ശുശ്രൂഷ ഐക്യപ്പെട്ട് ചേർന്ന് അറിയാവുന്ന പോലെ പാടി കൈയടിച്ച് കൈകൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ച് ദൈവകൃപയിലേക്ക് ഉണരാൻ നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. പാത്രങ്ങൾ ഞങ്ങൾ, യോഗ്യദാസരം ഞങ്ങൾ. ആരാധന കർത്താവേ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, യോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. നന്നായി കൈയടിച്ച് മഹത്വം യേശുവിന്. മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. ഓ രാജാവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനും ജീവിതവും നൽകിയവനെ, അങ്ങ് വലിയവനാണ്.
ഞങ്ങൾ തീരെ ചെറിയവരാണ് കർത്താവേ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. കൈയടിച്ച് വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. എന്റെ യേശുവിന് മഹത്വം, നനച്ചതുമേറെ എന്റെ യേശുവിന് ആരാധന, വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. എന്റെ ദൈവത്തിന് ആരാധന, നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. 115 സങ്കീർത്തനത്തിൽ 1-ാം തിരുലിഖിതം, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ വിശ്വസ്തതയും അങ്ങയുടെ നാമത്തെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ആരാധന ആരാധന ആരാധന. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ, എന്റെ ദൈവമേ, ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ, യോഗ്യതയായി എനിക്കൊന്നുമില്ല, എന്റെ സർവവും നീ തന്ന ദാനമല്ലോ. യോഗ്യതയായി എനിക്കൊന്നുമില്ല, എന്റെ സർവവും നീ തന്ന ദാനമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, കർത്താവേ, മഹത്വം യേശുവേ, മഹത്വം യേശുവേ, യേശുവിന്. യേശുവേ. ആരാധന 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 ആരാധന. 2 കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഇന്നോളം അവിടെ നയിച്ചു, ഇന്നോളം അവിടെ അഭിഷേകം ചെയ്തു, ഇന്നോളം സംരക്ഷിച്ചു, ഇന്നോളം സ്നേഹിച്ചു. ഓ ദൈവമേ, രാജാവേ, കൃപയുടെ കർത്താവേ, ആരാധന. ആത്മാവിനെ വർഷിക്കുന്നവനെ, കൃപ ചൊരിയുന്നവനെ, അന്ധകാരങ്ങൾ തകർക്കുന്നവനെ, ആരാധന ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് ആരാധിക്കുന്നു കർത്താവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. തൻ്റെ ഇഷ്ട നിർവഹണത്തിനുവേണ്ടി സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഈ വചന ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കി ഏതെങ്കിലും കുടുംബങ്ങൾ വഴക്കോ കലഹങ്ങളോ എന്തെങ്കിലും തകർച്ചകളോ എന്തെങ്കിലും ഭയമോ ആകുലതയോ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിനെ നാമം അയക്കുന്നു. ഓരോ കുടുംബങ്ങളിലേക്ക് യേശുവിനെ നാമം അയക്കുന്നു. ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും യേശുവിനെ നാമം അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തിന്മകളും ആധിപത്യങ്ങളും വിട്ടുമാറിപ്പോട്ടെ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് കൃപ വർദ്ധിപ്പിക്കുവാൻ നാം എന്തു ചെയ്യണം. നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു തിരുവിഷ്ടമുണ്ട്. നമുക്കായി കർത്താവ് വർഷിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് വിലമതിച്ച് അതിനെ വളർത്തിയെടുക്കണം. ഒരു താലന്ത് കിട്ടിയവൻ അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ട് അലസനായിരുന്നാൽ കർത്താവിന് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പില്ല. എന്നാൽ നമുക്ക് കിട്ടിയ താലന്തുകളെ വിനിമയം ചെയ്ത് പ്രകാശിപ്പിച്ച് ഉപയോഗിച്ച് വളർത്തിയെടുത്താലോ ആ വ്യക്തിയെക്കുറിച്ച് കർത്താവിന് മതിപ്പുണ്ടെന്ന് മാത്രമല്ല, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ കർത്താവായ യേശുവിൻ്റെ അധരങ്ങളിലൂടെ ഈശോ ഒരു വലിയ രഹസ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നീ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവിൻ.
നിനക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന നിത്യരാജ്യത്തിൽ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം വിലയുള്ള ഒരു പുണ്യ പ്രവൃത്തിയായി ഈ ഒരു പ്രവൃത്തിയെ കർത്താവ് കണക്കാക്കുന്നുണ്ട്. സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള കൃപകളെയും നന്മകളെയും നമ്മൾ വിലമതിക്കണം. എന്നിട്ട് അതിനെ അങ്ങോട്ട് സ്നേഹിക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധി അങ്ങ് അധ്വാനിച്ച് അതിനെ വളർത്തിയെടുക്കുന്നതിൽ ദൈവം നമുക്ക് വലിയ പ്രതിഫലം നൽകാനിരിക്കുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നാം വളർത്തിയെടുക്കേണ്ട ദൈവിക ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദൈവിക ദാനമാണ് ദൈവം നമ്മുടെ മേൽ വർഷിച്ചിട്ടുള്ള ദൈവിക കൃപകൾ. കൃപകളെ നാം വർദ്ധിപ്പിക്കണം. കൃപകളെ നാം വളർത്തിയെടുക്കാൻ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ദാനങ്ങളും കൃപകളും വ്യത്യസ്തങ്ങളാണ്. കൃപകൾ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ വാരി വിതറി. നമ്മുടെ മേലെല്ലാം കൃപ ചൊരിയപ്പെട്ടിരിക്കുന്നു, ദൈവിക നന്മകൾ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും അത് വളർത്തിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരവധി വ്യക്തികൾ ചിലപ്പോൾ നേരിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അച്ഛാ, എനിക്ക് ധാരാളം കൃപയുണ്ട്, എനിക്ക് ധാരാളം നന്മയുണ്ട്, ഇത് എങ്ങനെ കൂടുതൽ വളർത്തിയെടുക്കണം? കൃപ കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു തന്നാൽ തിരക്കിടില്ല. ആ സമയത്ത് ഞാൻ പ്രത്യേകം ചിന്തിച്ച് നോക്കി, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ, ഈ പാവപ്പെട്ട എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള ഈ കൃപകളെല്ലാം എങ്ങനെയാണ് വളർന്നു വരാൻ ദൈവം ഇടവരുത്തിയത് എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം. എന്താണത്? നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ത് കൃപയാണോ ദൈവം തന്നിട്ടുള്ളത് അതിനെ ഓർത്ത് സന്തോഷിക്കുക, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഒരു ചെറിയ കാര്യമാണെങ്കിലും അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞത്. ഞാൻ അട്ടപ്പാടിയിലുള്ള കാരറ എന്ന് പറഞ്ഞ ഇടവക ചെന്നു. അവിടെ കോൺവെൻ്റ് ഇല്ല, അവിടെ ഭക്ഷണം വെക്കാൻ പാചകക്കാരനില്ല, പാചകശാലയില്ല, ഭക്ഷണം പള്ളിമുറിയില്ല, കള്ളിക്കെട്ടില്ല, ഒന്നുമില്ല. ഒരു പള്ളി, ഒരു പാരിഷ് ഹാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹോട്ടലിൽ ഒരു മാസം ഭക്ഷണം കഴിച്ച് അങ്ങനെ ആകെ തവിട് പൊടിയായി. അങ്ങനെ ഭക്ഷണം നിർത്തി. പിന്നെ ഞാൻ സ്വന്തം ഉണ്ടാക്കാൻ തുടങ്ങി. അത് 2 ആഴ്ച കൊണ്ട് നിർത്തി. അങ്ങനെ ഞാൻ പല ദിവസങ്ങളിലും ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ ഒരു നാൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഭക്ഷണം എനിക്ക് വേണം, ഭക്ഷണം എനിക്ക് വേണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, വളരെ സ്നേഹത്തോടെ കർത്താവ് അന്ന് രാത്രി ഇടപെട്ടു. കർത്താവ് പറഞ്ഞു, ഒന്നുകിൽ ഭക്ഷണത്തിനുള്ള വക ഞാൻ തരും, അല്ലെങ്കിൽ പട്ടിണി കിടക്കാനുള്ള കൃപ ഞാൻ തരും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പിന്നെ ഞാൻ നോക്കുന്ന ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും പകല് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ല, അതിനെക്കുറിച്ച് ചിന്ത വരുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ ലേശം കഞ്ഞിയോ ചില അച്ചാറോ എടുത്ത് കഴിച്ചിട്ട് കിടക്കും. പക്ഷേ എനിക്ക് വിശപ്പോ ക്ഷീണമോ ബുദ്ധിമുട്ടോ എന്നെ അലട്ടുന്നില്ല. എൻ്റെ ഇടവക ജീവിതത്തിലെ ആദ്യ വർഷങ്ങൾ ഞാൻ ചിന്തിച്ച് നോക്കുകയാണ്. ഞാൻ മനസ്സിലാക്കി, എൻ്റെ കർത്താവ് ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലും ക്ഷീണമില്ലാതെ, അതിനെക്കുറിച്ച് പരിഭവമില്ലാതെ, വിഷമമില്ലാതെ, നല്ല ഭക്ഷണം നിറച്ച് കഴിച്ച ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കർത്താവ് അനുഗ്രഹിച്ച്, എളിയ അവസ്ഥയിൽ ജീവിക്കാൻ കർത്താവ് സന്തോഷം തന്നു. ഒരുപാട് കൃപ. ഞാൻ എന്ത് ചെയ്തു? അതിനെ ഓർത്തങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷിച്ച് നന്ദി പറഞ്ഞപ്പോൾ അത് ദൈവം അങ്ങോട്ട് വർദ്ധിപ്പിച്ച്, ദൈവം അങ്ങോട്ട് സ്നേഹിച്ച് കൃപയെ കൂടുതൽ കൃപകൾ തരാൻ തുടങ്ങി. ആദ്യം എനിക്ക് തന്ന കൃപ ഇങ്ങനെ പള്ളിമുറി ഇല്ലാത്തൊരു പള്ളി കിടക്കാനുള്ള കൃപയാണ്. പിന്നെ ഭക്ഷണം ഇല്ലാത്തടത്ത് ജീവിക്കാനുള്ളൊരു കൃപ തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനത്തെ കൃപകളെ കൊണ്ട് സ്നേഹിക്കണം. അത് കഴിയുമ്പോൾ ദൈവം പിന്നെ കൂടുതൽ നമുക്കായി ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു എങ്ങനെയാണ് കൃപ വർദ്ധിപ്പിച്ചത് എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം തിരുലിഖിതം. ഇതാ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ്.
ലാസറിൻ്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്നു. ഒരുപാട് യഹൂദന്മാർ, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങൾ ആ കുടുംബത്തിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് കർത്താവ് യേശു ചെല്ലുകയാണ്. ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ഈശോ ഒരുമ്പെടുകയാണ്. ഈ സമയത്ത് കുഴിമാടത്തിങ്കിൽ നിന്നു അവൻ നെടുവീർപ്പിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 41-ാം തിരുലിഖിതം, അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് എനിക്കറിയാം. നോക്കുക, ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി യേശു നന്ദി പറഞ്ഞു. പിതാവായ ദൈവം യേശുവിന് മേൽ ചൊരിഞ്ഞിട്ടുള്ള വലിയ നന്മകൾക്കും അവസ്ഥകൾക്കും ഈശോ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പിതാവേ, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേൾക്കുന്നുണ്ട്, നന്ദി, ഒരുപാട് നന്ദി, മനസ്സ് നിറഞ്ഞങ്ങോട്ട് നന്ദി പറഞ്ഞു. എൻ്റെ സ്വരം അങ്ങേക്ക് ഇഷ്ടമാണ്, നന്ദി പറഞ്ഞു. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഈശോ പിതാവിന് നന്ദി അർപ്പിച്ച്, സ്തുതി അർപ്പിച്ച്, അങ്ങോട്ട് മഹത്വം കൊടുത്ത്, എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഴിമാടത്തിലേക്ക് ലാസറേ പുറത്തു വരൂ പറയുന്ന ക്ഷണം മരിച്ചവൻ എഴുന്നേറ്റ് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പിതാവിന് മഹത്വം കൊടുത്ത് യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനായി. ഇതാ മറ്റൊരു രംഗം, അത് ദാവീദിൻ്റെ ജീവിതത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായം 1 മുതൽ ദാവീദിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗങ്ങളാണുള്ളത്. അതിൽ എങ്ങനെയാണ് ദാവീദിന് കൃപയെ വർദ്ധിപ്പിച്ചത്? നാം പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുകയാണ്. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ദാവീദ് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നൊരു വ്യക്തിയായി മാറി. വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്, നേരം വെളുക്കപ്പുറമാകുമ്പോഴേക്കും അവരുടെ സ്തുതിഗീതങ്ങൾ കൊണ്ട് മുഖരിതമാകും, അങ്ങോട്ട് ശബ്ദമുഖരിതമാകും എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം ശബ്ദമുഖരിതമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിയൊരു ചെറിയ കൃപയായിരിക്കാം, അതിനോട് നന്ദി പറയണം. പ്രാർത്ഥിക്കാനൊരാഗ്രഹം, അനുസരിക്കാനൊരു തോന്നൽ, ഒരു വിധേയത്വം, വീട്ടിൽ നിൽക്കാനൊരു ആഗ്രഹം, മാതാപിതാക്കളെ സ്നേഹിക്കാനൊരു കൃപ. ഏതെങ്കിലും ഒരു 10 വിഷയമുണ്ടെങ്കിൽ 5 വിഷയം പഠിക്കാനായിരിക്കും ആദ്യം കൃപ തരണേ. ആ 5 വിഷയം പഠിക്കാൻ കൃപ തന്നൊരു ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ ബാക്കി വിഷയങ്ങൾ പഠിക്കാൻ കൃപ കിട്ടും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ ഈ നിമിഷം ദൈവത്തിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ മേൽ നിറയാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അഭിഷേകം. ദൈവമേ, എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ സ്തുതികളും അങ്ങേക്ക്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് തന്നെ മഹത്വം ഉണ്ടാകട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ആരാധന, ആരാധന. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. യേശുവേ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, യേശുവേ, യേശുവേ. അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി ഈശോയെ, ഈശോയെ. മഹത്വം. യേശുവേ, യേശുവേ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വം മഹത്വം യേശുവിന്. തുള്ളിച്ചാടി. മഹത്വം മഹത്വം യേശുവിന്. സന്തോഷിച്ച്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം ആരാധന, യേശുവിന്. ആരാധന, മഹത്വം മഹത്വം ആരാധന. യേശുവിന്. യേശുവേ, യേശുവേ. മഹത്വം മഹത്വം യേശുവേ. യേശുവിന്. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. 50-ാം സങ്കീർത്തനത്തിൽ 23-ാം തിരുലിഖിതം, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Amen. ആമേൻ. Amen. Come, Lord Jesus. ഹല്ലേലൂയ. Hallelujah. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നമുക്ക് യേശുവിനെ നാമം വിളിക്കാം. യേശുവിനെ നാമം വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സാത്താനും തകർച്ചകളും രോഗങ്ങളും അന്ധകാരങ്ങളും പൊട്ടി അമർന്ന് വീഴുന്നു. വലിയ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ആ ദേശങ്ങളിലേക്ക് നിറയുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. എല്ലാവരും യേശുവിനെ നാമം വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. കുടുംബങ്ങൾ അന്ധകാരങ്ങൾ തകരട്ടെ. മാരക വ്യാധികളെ ബന്ധിക്കുന്നു. കുടുംബ കലഹങ്ങളെ ബന്ധിക്കുന്നു. പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു. അന്ധകാര ശക്തികൾ അമരട്ടെ. ആരാധന ആരാധന.